ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന മൊഡ്യൂൾ 3 ബാക്കിയുള്ള ആക്ടിവിറ്റീസാണ് നമ്മളിന്ന് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു സ്റ്റോറി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ബാക്കി കുറച്ച് ആക്ടിവിറ്റീസ് എല്ലാം നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഓർക്കുന്നില്ലേ? ഓരോ വേർഡ്സിൻ്റെ കൊളോക്കേഷൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ വേർഡ് കാർപ്പറ്റ് ഉപയോഗിച്ചിട്ട് കുറച്ച് വേർഡ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചില മീനിങ്സിൻ്റെ സിനോണിംസ് പര്യായങ്ങൾ ചൂസ് ചെയ്തിട്ടൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ നമ്മൾ ഇന്ന് തേർഡ് മൊഡ്യൂളിലുള്ള ബാക്കി ആക്ടിവിറ്റീസ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് എന്ത് ചെയ്യാം, ചെറിയൊരു തരത്തിലൊരു ഗ്രാമർ റൂൾസ് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിരുന്ന നിങ്ങൾക്കറിയാവുന്ന ചെറിയൊരു കാര്യം ഞാനൊരു പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ ഞാനൊരു 5 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിനകത്ത് ചില വേർഡ്സുകൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ എന്താ? സോന പ്ലേസ് ക്രിക്കറ്റ് എവറി ഡേ അല്ലേ? ഇവിടെ സോന കളിക്കുന്നത് കേട്ടോ, എന്നും ബോയ്സ് അല്ലേ, ഇന്ന് സോന ആയിക്കോട്ടെ. സോ സോന പ്ലേസ് ക്രിക്കറ്റ് എവറി ഡേ. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ നോക്കുന്നത് ഇവിടെ പ്ലേ അല്ലേ? പ്ലേ മീൻസ് കളിക്കുക എന്നുള്ളത് എന്താണ്? ഒരു വെർബ് എന്ന് പറയും. വെർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? VERB. വെർബ് മീൻസ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ക്രിയകൾ, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വെർബ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ സെക്കൻഡ് എക്സാമ്പിൾ നോക്കിയേ. ഹി ഈറ്റ്സ് ആപ്പിൾ ഓൺ വീക്കെൻഡ്സ് അല്ലേ? അപ്പോൾ ഈറ്റ് എന്നുള്ളത് കഴിക്കുക, അതും ഒരു നമ്മൾ ചെയ്യുന്നൊരു കാര്യമല്ലേ അല്ലേ? അപ്പോൾ നമ്മൾ കഴിക്കുക, കളിക്കുക, ഉറങ്ങുക, നടക്കുക, കളിയാക്കുക, ഓടുക, ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അഥവാ ക്രിയകൾ എന്ന് പൊതുവെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിന് നമ്മൾ ഇംഗ്ലീഷിൽ വിളിക്കുന്ന പേരാണ് വെർബ് അല്ലേ? നമ്മൾ ചെറിയ ക്ലാസ്സിൽ കേട്ട് വന്നിട്ടുള്ള സംഭവമാണ് വെർബ്. VERB. വെർബ് എന്നാൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾ അഥവാ ക്രിയകളെയാണ് നമ്മൾ വെർബ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യമാണ് എന്താണ് ഒരു നൗണ്. NOUN. നൗണ് മീൻസ് എന്തെങ്കിലും പേരുകൾ അല്ലേ? നെയിം. അതായത് നൗണ് തുടങ്ങുന്നതിൻ്റെ ഫസ്റ്റ് ലെറ്റർ N ആണ്. അപ്പോൾ അത് തന്നെയാണ് നെയിം, NAME അല്ലേ? പേരുകൾ. നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത് വെർബുകളെയാണ്. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിനകത്തുള്ള ഫസ്റ്റ് എക്സാമ്പിളിനെ വീണ്ടും എടുക്കൂ. സോന പ്ലേസ് ക്രിക്കറ്റ് എവറി ഡേ. അപ്പോൾ ഇവിടെ വെർബ് എന്നുള്ളത് പ്ലേ എന്നാണ്, ശരിയല്ലേ? പ്ലേ, കളിക്കുക, അത് നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്, അതൊരു പ്രവൃത്തിയാണ് അഥവാ അതൊരു ക്രിയയാണ്, വെർബാണ്. വെർബ് ഒരു ക്രിയ. അപ്പോൾ ഈ വെർബിന് പ്ലേക്ക് നമ്മളൊരു S ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നോർമൽ കേസിൽ ഇപ്പോൾ നമ്മളിപ്പോൾ S ആഡ് ചെയ്ത് കൊടുക്കുന്ന കേസ് നമ്മൾ എന്താ പറയാറ്? അത് നമ്മൾ പ്ലൂറൽ എടുക്കുമ്പോഴല്ലേ? ഇപ്പോൾ ആപ്പിൾസ്, ബുക്സ്, ടേബിൾസ്, കേർട്ടൻസ്, ബോയ്സ്, ഗേൾസ്, ഇങ്ങനെ സിംഗുലർ അല്ലേ? എന്താണ് നമ്മൾ സിംഗുലറിന് മീൻസ് ബഹുവചനമാക്കാൻ വേണ്ടിയിട്ട് അല്ലേ? സിംഗുലർ അഥവാ നമ്മൾ സിംഗുലർ ആയിട്ടുള്ള ഒറ്റൊന്നായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ബഹുവചനമാക്കിയിട്ട് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ S ആഡ് ചെയ്യും. അപ്പോൾ നമ്മൾ നൗണിൻ്റെ കേസിൽ അഥവാ പേരുകൾ, ഇപ്പോൾ ബോയ്സ്, ഗേൾസ്, ഇങ്ങനെ നൗണുകൾ നമ്മൾ ഏകവചനം ബഹുവചനമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ S ആഡ് ചെയ്യുക. പക്ഷേ വെർബിൻ്റെ കേസിൽ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് നമ്മൾ ആലോചിക്കുക. അതായത് വെർബ് എപ്പോഴാണ് നമ്മൾ S ഇല്ല? ഇവിടെ പ്ലേ എന്നുള്ള വെർബിന് നമ്മൾ എപ്പോഴാണ് S കൊടുക്കുന്നത്? ഇവിടെ ഉള്ള നൗണ് ഒരെണ്ണാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ സോന ഒരാളല്ലേ ഉള്ളൂ. അപ്പോൾ ഈ സോന എന്നുള്ളത് അല്ലെങ്കിൽ ഹി ആവാം, ഷീ ആവാം അല്ലേ? അവൻ ഒരാളേ ഉള്ളൂ. ഇത്തരം കേസുകൾ നമ്മൾ എന്ത് ചെയ്യണം? വെർബിന് നമ്മൾ ഒരു S കൊടുക്കുക. അപ്പോൾ മറ്റിന് നേരെ ഓപ്പോസിറ്റ് കേസ്. ബാക്കിയുള്ള കേസ് ഇപ്പോൾ നമ്മൾ ബുക്സ് എന്ന് പറയുമ്പോൾ അധികം ബുക്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയുള്ളൂ? അധികം ആകുമ്പോൾ നമ്മൾ S ആഡ് ചെയ്തിട്ട് ഏകവചനത്തെ ബഹുവചനമാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സിംഗുലറിനെ പ്ലൂറലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ S ആഡ് ചെയ്യും. പക്ഷേ ഈ കേസ് നമ്മളിത് മാത്രം ആലോചിക്കുന്നതാണ്. വെർബിൻ്റെ കൂടെ S കണ്ടു കഴിഞ്ഞാൽ അവിടെ ഒരാളെ ആ കാര്യം ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിക്കാം. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് എക്സാമ്പിൾ പറയുമ്പോൾ കൂടുതലായിട്ട് ക്ലിയർ ആവും. അപ്പോൾ ഇവിടെ നോക്കിയേ, സോന പ്ലേസ് ക്രിക്കറ്റ് എവറി ഡേ അല്ലേ? ഇവിടെ സോന ഒരാളല്ലേ ചെയ്യുന്നത്, ഒരാളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്താ പറയാം? സോന
പ്ലേസ് ക്രിക്കറ്റ് എവരി ഡേ. പ്ലേ ശരിയാവില്ല. ഇനിയിപ്പോൾ രണ്ടാളുണ്ട് വിചാരിച്ചോ. അപ്പോൾ സോന ആൻഡ് സമീർ പ്ലേ ക്രിക്കറ്റ്. അപ്പോൾ എന്തേ വരുള്ളൂ? പ്ലേ എന്നേ വരുള്ളൂ. കാരണം 2 പേരുണ്ട് അല്ലേ. ഒന്നിലധികം പേരുണ്ടായി കഴിഞ്ഞാൽ എന്താണ്, ഇംഗ്ലീഷിൽ നമ്മളത് ബഹുവചനം ആക്കിയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുക അല്ലേ. മലയാളത്തിലും അറബിയിലൊക്കെ അത് വ്യത്യാസമുണ്ട് തോന്നുന്നു. നമ്മൾ രണ്ടാളുണ്ടെങ്കിൽ അതിന് വേറെ പറയുന്നു. 3 ആൾ മുതലാണ് നമ്മൾ ബഹുവചനമായിട്ട് കൺസിഡർ ചെയ്യുക. പക്ഷേ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഒന്നിലധികം 2 പേരുണ്ടെങ്കിൽ നമ്മളതിനെ ബഹുവചനമാക്കിയിട്ട് കൺസിഡർ ചെയ്യും. ഇനി അടുത്ത കേസ് നോക്കി. അപ്പോൾ ഇവിടെ സോന ഒരാളേ ഉള്ളൂ. അത് കാരണം നമ്മൾ പ്ലേ എന്നുള്ള വെർബിനെ നമ്മൾ എസ് ആഡ് ചെയ്ത് കൊടുത്ത്. അപ്പോഴാണ് ഇത് ശരിയാവുക. അതായത് ചെയ്യുന്ന ആൾ ഒരാളുള്ളെങ്കിൽ, സിംഗുലർ ആണെങ്കിൽ ഒരാളുള്ളെങ്കിൽ നമ്മൾ വെർബിന് എസ് ആഡ് ചെയ്ത് കൊടുക്കും. അത്ര മാത്രം ആലോചിക്കുക. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കൂ. ഹി ഈറ്റ്സ് ആപ്പിൾ ഓൺ വീക്കെൻഡ്സ് അല്ലേ. അപ്പം വീക്കെൻഡ്സിൽ ആപ്പിൾ കഴിക്കുന്നു. അപ്പോൾ നമ്മളിവിടെ ഈറ്റ്സ് എന്ന് കൊടുത്തു. ശരിയല്ലേ? ഈറ്റ്സ് എന്ന് കൊടുക്കാൻ കാരണം എന്താ? അതായത് ഇവിടെ ഒരാളേ ഉള്ളൂ, ഹി അല്ലേ. ഹി ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു ഹി ആയിക്കോട്ടെ, ഹി ഷീ, ഇത് കഴിഞ്ഞിട്ട് വരുന്ന വെർബിന് ആൾ എന്ത് കാര്യമാണോ ചെയ്യുന്നത് അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? എസ് ആഡ് ചെയ്യണം. ഹി ഈറ്റ്സ് ആപ്പിൾ ഓൺ വീക്കെൻഡ്സ്. നെക്സ്റ്റ് സെന ലവ്സ് ട്രാവലിംഗ് അല്ലേ. ഇവിടെ സെന എന്താണ്? സെനയും ഒരാൾ തന്നെയാണ്. സെന ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുന്നതിന് ലവ്സ് ട്രാവലിംഗ്. അല്ലെങ്കിൽ സോന ഈറ്റ്സ് പപ്പായ ഓൺ മോർണിംഗ്. സോന വാക്സ് ഓൺ എവരിഡേ മോർണിംഗ്. ഇതിപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് അതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ എസ് ആഡ് ചെയ്യുക അല്ലേ. എന്താണ്? എല്ലാ ദിവസവും, അല്ലെങ്കിൽ സോന ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. നമ്മളിപ്പോൾ പ്രസൻറ്റിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നതല്ല, ഉള്ള ഒരു സംഭവത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എസ് ആഡ് ചെയ്യാം. ഇപ്പോൾ നെക്സ്റ്റ് കേസ് നോക്കി. ദേ ലവ് ട്രാവലിംഗ് അല്ലേ. ഇവിടെ ചെയ്യുന്നത് ആരാണ്? ദേ ആണ്. ദേ പ്ലൂറലായിട്ട് മാറി. പ്ലൂറലായിട്ട് മാറുമ്പോൾ ഇവിടെ എന്ത് വേണ്ട? എസ് വേണ്ട. എസ് ഒഴിവാക്കിയിട്ട് ലവ് എന്നുള്ളത് മതി. അപ്പോൾ ദേ ലവ് ട്രാവലിംഗ്. അവർ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. ദേ ലവ് ട്രാവലിംഗ്. ഇനിയിപ്പോൾ ഐ ആണെങ്കിലോ, നമ്മൾ സാധാരണ നമ്മൾ പറയാം ഐ മീൻസ് ഞാൻ അല്ലേ. നമ്മളെക്കുറിച്ച് പറയുമ്പോഴാണ് ആം, അല്ലെങ്കിൽ ഐ ഹാവ്, അല്ലെങ്കിൽ ഐ ഹാഡ്. ഐ മീൻസ് ഞാൻ, അല്ലെങ്കിൽ നമ്മൾ ഒരാളെക്കുറിച്ച് നമ്മൾ തന്നെ പറയുമ്പോൾ നമ്മൾ ഐ എന്ന് യൂസ് ചെയ്യാം. പക്ഷേ ഐ നമ്മൾ ഇംഗ്ലീഷിൽ പ്ലൂറൽ ആക്കിയിട്ടാണ് എടുക്കുക. അപ്പോൾ നമ്മളെക്കുറിച്ച് ബഹുമാനിക്കും എന്നൊക്കെ ആലോചിച്ചിരിക്കുക. അതായത് നമ്മൾ ഐ എന്നുള്ള ഒരു പ്രോനൗൺ നമ്മളെന്താണ് പ്ലൂറലാക്കിയിട്ടാണ് നമ്മൾ ഇംഗ്ലീഷിലെടുക്കുന്നത്. അപ്പോൾ അത് കാരണം അതിൻ്റെ കൂടെ എന്ത് വരില്ല? എസ് വരില്ല. പ്ലൂറൽ ആയതിൻ്റെ കൂടെ എസ് വരില്ല. സിംഗുലർ ആയതിൻ്റെ കൂടെ മാത്രമേ എസ് വരുള്ളൂ. അപ്പോൾ ഇവിടെ എന്താണ്? ഐ ലവ് കിറ്റ് കാറ്റ്. ഞാൻ കിറ്റ് കാറ്റ് ഇഷ്ടപ്പെടുന്നു. അപ്പോൾ എന്ത് മതി? ഐ ലവ് മൈ ഇന്ത്യ എന്നല്ലേ. അത് ആലോചിച്ചാൽ മതി. നമ്മൾ ഐ ലവ്സ് മൈ ഇന്ത്യ പറയാറില്ലല്ലോ. ഐ ലവ് മൈ ഇന്ത്യ, ഇന്ത്യ ഈസ് മൈ കൺട്രി. അപ്പോൾ ഇങ്ങനെ ആലോചിച്ച് വയ്ക്കുക, ഐ ലവ് മൈ കൺട്രി അല്ലേ. ഈ ലൈൻ അറിയാത്ത ആരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവിടെ നമ്മൾ എന്താ പറയാറ്? ഐ ലവ് മൈ കൺട്രി അല്ലേ. അതായത് അവിടെ എസ് ആഡ് ചെയ്തിട്ടല്ലല്ലോ നമ്മൾ പറയുന്നത്. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഇംഗ്ലീഷ് നമ്മൾ ഐ പ്ലൂറലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇത് നോക്കിയേ. അയ്യോ ദേവി. കണ്ടില്ല എല്ലാവരും? അയ്യോ ദേവി, ഐ യു ദേവി അല്ലേ. നമ്മളിങ്ങനെ പഠിച്ചു വെക്കാറുണ്ട് നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഈ സംഭവങ്ങളല്ലേ. ഈ ഐ യു ദേവി, അയ്യോ ദേവി, ഇതെന്താണ്? ഇംഗ്ലീഷിൽ നമ്മൾ പ്ലൂറൽസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഐ യു ദേവി ഇവരാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇത് ഒരു വേർഡിൻ്റെ മുന്നേ വന്നു കഴിഞ്ഞാൽ, ഒരു വെർബിൻ്റെ മുന്നേ വന്നു കഴിഞ്ഞാൽ വെർബിൽ എന്തിൻ്റെ ആവശ്യമില്ല? എസ് ആഡ് ചെയ്യരുത്. കാരണം എന്താണ്? ഈ അയ്യോ ദേവി എന്താണ്? പ്ലൂറലാണ്. അത് കാരണം നമ്മൾ വെർബിൽ എന്ത് ആഡ് ചെയ്യേണ്ട? എസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി അയ്യോ ദേവി മറക്കരുത് അല്ലേ. ഐ വെച്ചിട്ടൊരു സെൻറ്റൻസ് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യരുത്? എസ് ആഡ് ചെയ്യരുത് അല്ലേ. എനിക്ക് ബിരിയാണി ഇഷ്ടമാണ്, എനിക്ക് ചിക്കൻ ബിരിയാണി ഇഷ്ടമാണ്. എങ്ങനെ പറയാം? ഐ ലവ് ചിക്കൻ ബിരിയാണി. ഇനിയിപ്പോൾ അവന് ചിക്കൻ ബിരിയാണി ഇഷ്ടമാണെന്ന് പറയുമ്പോൾ എങ്ങനെ പറയണം? ഹീ ലവ്സ് ചിക്കൻ ബിരിയാണി. കാരണം ഹീ ഒരാളേ ഉള്ളൂ. അപ്പം നമ്മൾ എന്ത് ആഡ് ചെയ്യണം? എസ് ആഡ് ചെയ്യണം. ഇനി അവൾ ചിക്കൻ ബിരിയാണി ഇഷ്ടപ്പെടുന്നു. എങ്ങനെ പറയണം? ഷീ ലവ്സ് ചിക്കൻ ബിരിയാണി. ഇനി എനിക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്.
എങ്ങനെ പറയാം? ഐ ലവ് ട്രാവലിംഗ്. ഇനി രേഷ്മയ്ക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ്, എങ്ങനെ പറയാം? രേഷ്മ ലവ്സ് ട്രാവലിംഗ്. എനിക്ക് ഷോപ്പിംഗ് ഇഷ്ടമാണ്. ഐ ലവ് ഷോപ്പിംഗ്. സൻഹയ്ക്ക് ഷോപ്പിങ്ങിന് പോകാൻ ഇഷ്ടമാണ്, എങ്ങനെ പറയാം? സൻഹ ലവ്സ് ഷോപ്പിംഗ്. അപ്പോൾ സൻഹയ്ക്ക് അവിടെ എസ് വന്നില്ലേ, സൻഹ ഒരാളാണ്. അപ്പോൾ സൻഹ ലവ്സ് ഷോപ്പിംഗ്. ഇനി ഞങ്ങൾക്ക് ഷോപ്പിംഗ് പോകാൻ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ വി പ്ലൂരലാണ് അല്ലേ, അപ്പോൾ വി ലവ് ഷോപ്പിംഗ്. അപ്പോൾ അത് ക്ലിയർ അല്ലേ? ഈ അയ്യോ ദേവി മറക്കരുത്. അയ്യോ ദേവി, അയ്യോ ദേവി എന്താണ്? ഈ ഐയും യുയും ദേയും വിയും നമ്മൾ ഇംഗ്ലീഷിൽ എന്തായിട്ട് കണക്കാക്കുന്നു? പ്ലൂരൽസ് ആയിട്ട് കണക്കാക്കുന്നു. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിലോട്ട് തിരിച്ചു വരാം. നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക? പേജ് നമ്പർ 75 എടുക്കുക. വീഡിയോ പോസാക്കിയിട്ട് പേജ് നമ്പർ 75 എടുക്കുക എല്ലാവരും. ഓക്കെ, അപ്പോൾ നമ്മൾ പേജ് നമ്പർ 75 നമ്മൾ ആക്ടിവിറ്റി 2 ആണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ വായിക്കാം. സ്റ്റഡി ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ ആൻഡ് കംപ്ലീറ്റ് ദ സെൻറ്റൻസ് ബൈ ഫില്ലിംഗ് അപ്പ് ദ ബ്ലാങ്ക്സ്. യു മേ മേക്ക് യൂസ് ഓഫ് ദ ഹെൽപ്പ് ബോക്സ്. അപ്പോൾ ഇവിടെ കുറച്ച് ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്, പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യണം? താഴെ കൊടുത്തിട്ടുള്ള 10 സെൻറ്റൻസ് നമ്മളത് ഫില്ല് ചെയ്യണം. അപ്പോൾ അതിനുള്ള ഹെൽപ്പ് ബോക്സ് താഴെ കൊടുത്തിട്ടുണ്ട് അല്ലേ, 2 വേർഡ്സ്, അതായത് ഓരോ സെൻറ്റൻസിലും 2 വേർഡ്സ് വീതം ഫില്ല് ചെയ്യേണ്ട. അപ്പോൾ അത് പെയറായിട്ടാണ് നമുക്ക് താഴെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടല്ലേ, എന്താണ് അതിൻ്റെ പിക്ചർ എന്താ കൊടുത്തിട്ടുള്ളത്? സൂര്യന് ഉദിച്ചു വരുന്നൊരു ഫോട്ടോ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ എക്സാമ്പിൾ, ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, ഇറ്റ് ഗീവ്സ് ഹീറ്റ് ആൻഡ് ലൈറ്റ് അല്ലേ. അപ്പോൾ ഇവിടെ സൂര്യൻ എന്ത് ചെയ്യുന്നു? കിഴക്കിൽ ഉദിക്കുന്നു. സൂര്യൻ ചൂടും ലൈറ്റും നമുക്ക് തരുന്നു. അപ്പോൾ അവിടെ നോക്കിയാൽ സൺ എന്നുള്ളത് എന്താണ്? ഒരെണ്ണല്ലേ ഉള്ളൂ അല്ലേ, ഒരാൾ അല്ലെങ്കിൽ ഒരൊറ്റ ഒബ്ജക്റ്റീവ് ഉള്ളൂ. അപ്പോൾ അതിന് നമ്മൾ എന്താ ആഡ് ചെയ്യണം? താഴെ ഹെൽപ്പ് ബോക്സിൽ റൈസ് എന്ന് കൊടുത്തിട്ടുണ്ട്. റൈസ് എന്നുള്ളത് നമ്മൾ എന്താക്കണം? റൈസസ് എന്നാക്കണം. റൈസസ് ഇൻ ദ ഈസ്റ്റ് അല്ലേ, എന്താണ് അവിടെ നൗണ് അല്ലെങ്കിൽ അതിന് മുന്നിലുള്ള സംഭവം ഒന്നേ ഉള്ളൂ. അപ്പോൾ അത് കാരണം നമ്മൾ വെർബായിട്ടുള്ള റൈസ് ഉയർന്നു വരിക, അതൊരു ക്രിയയല്ല. അതിന് നമ്മൾ എന്താ ആഡ് ചെയ്തു? എസ് ആഡ് ചെയ്തു. അത് നമുക്ക് എന്ത് തരുന്നു? ഹീറ്റും ലൈറ്റും തരുന്നു. ഇനി നെക്സ്റ്റ് വൺ നോക്കാം. ദിസ് ഡാഷ് എ ബോയ്, ഹി ഡാഷ് ഫുട്ബോൾ എവറി ഡേ. നമുക്കത് ഏത് സെലക്ട് ചെയ്യാം? നമുക്ക് ഈസ് കൊടുക്കുക അല്ലേ. ദിസ് ഈസ് എ ബോയ്, ഹി പ്ലേസ് ഫുട്ബോൾ എവറി ഡേ. പ്ലേ എന്നല്ല, ഹി ഒരാളല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരാളാകുമ്പോൾ നമ്മൾ വെർബിൽ എസ് ആഡ് ചെയ്യണം. ഹി പ്ലേസ് ഫുട്ബോൾ എവറി ഡേ. ഓക്കെ, അത് നമുക്ക് താഴെ ഹെൽപ്പ് ബോക്സിലുണ്ട് അല്ലേ. അഞ്ചാമത്തേതായിട്ട് ഓപ്ഷനായിട്ട് ഹെൽപ്പ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ദിസ് ഈസ് എ ബോയ് അല്ലേ, ഇതൊരു ആൺകുട്ടിയാണ്. അവൻ എല്ലാ ദിവസവും എന്ത് ചെയ്യുന്നു? ഫുട്ബോൾ കളിക്കുന്നു. ഹി പ്ലേസ് ഫുട്ബോൾ എവറി ഡേ. ഇനി രണ്ടാമത്തെ നോക്കിയേ. ദ ഡാഷ് സ്റ്റുഡൻസ്, ദ യൂഷ്വലി ഡാഷ് ടു സ്കൂൾ. അപ്പോൾ നമ്മൾക്ക് ഇത് കൊടുക്കുക. അവർ രണ്ടാമത്തെ പിക്ചർ എന്താ? 2 കുട്ടികൾ അല്ല, മൂന്നാമത്തെ പിക്ചർ എന്താ? 2 കുട്ടികൾ സ്കൂളിലോട്ട് നടന്നു പോകുന്നു. അപ്പോൾ ദേ എന്താ അല്ലെ, ഒന്നിലധികം പേരുണ്ട്. അപ്പോൾ നമ്മളെങ്ങനെ പറയണം? ദേ ആർ സ്റ്റുഡൻസ്. ഒരാളാണെങ്കിൽ നമുക്ക് ഈസ് കൊടുക്കുക അല്ലേ. ഹി ഈസ് എ സ്റ്റുഡൻറ്റ്. പക്ഷെ ഇവിടെ അധികം ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈസ് ആർ ഉപയോഗിക്കണം. ഈസ് സിംഗുലറാണ്, ഈസിൻ്റെ പ്ലൂരലാണ് നമ്മൾ ആർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ദേ ആർ സ്റ്റുഡൻസ്, ദേ യൂഷ്വലി വാക്ക് ടു സ്കൂൾ അല്ലേ. ദേ അല്ലേ, അയ്യോ ദേവി. ദേ എന്താണ്? പ്ലൂരലാകുമ്പോൾ വെർബിൽ എന്ത് വേണ്ട? എസ് വേണ്ട. അപ്പോൾ എന്ത് മതി? ദേ യൂഷ്വലി വാക്ക് ടു സ്കൂൾ. ഇനി തേർഡ് വൺ നോക്കിയേ. തേർഡ് വണ്ണ് ഒരു ഡോക്ടറുടെ പിക്ചറാണ് കാണുന്നത്. അയാൾ ആരെയെന്ന് ഇങ്ങനെ എക്സാമിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ. മിസ്റ്റർ മധു ഈസ് എ ഡോക്ടർ. മധു ഒരാളില്ലല്ലോ, അപ്പം നമ്മൾ ഈസ് അല്ലേ. ഈസ് സിംഗുലറാണ്, ഈസിൻ്റെ പ്ലൂരലാണ് ആറ്. മിസ്റ്റർ മധു
ഈസ് എ ഡോക്ടർ ഹി ഡാഷ് ഹിസ് പേഷ്യൻസ് അല്ലേ, എക്സാമിൻ ചെയ്യുന്നു. അപ്പോൾ നമ്മളെങ്ങനെ ഹി ഒരാളേ ഉള്ളൂ, അപ്പോൾ നമ്മൾ വെർബിൽ എസ് ആഡ് ചെയ്യണം. എങ്ങനെ പറയാം? ഹി എക്സാമിൻസ് ഹിസ് പേഷ്യൻറ്റ്. ഹി എക്സാമിൻസ്. താഴെ കണ്ടില്ലേ ഹെൽപ്പ് ബോക്സിൽ 6ാമത്തെ ഓപ്ഷന് ഹി എക്സാമിൻസ്. ഹെൽപ്പ് ബോക്സിൽ എക്സാമിൻ എന്നേ കൊടുത്തിട്ടുള്ളൂ. നമ്മൾ അതിലോട്ട് എന്ത് ആഡ് ചെയ്യണം? എസ് ആഡ് ചെയ്യണം. ഹി എക്സാമിൻസ് ഹിസ് പേഷ്യൻസ്. ഓക്കെ. മിസ്റ്റർ മധു ഈസ് എ ഡോക്ടർ. ഹി എക്സാമിൻസ് ഹിസ് പേഷ്യൻസ്. ഇനി 4th വൺ നോക്കാം. ഫ്ലവേഴ്സ് ഡാഷ് സ്വീറ്റ് ദ ഡാഷ് വൈബ്രൻറ്റ്. അപ്പോൾ നമുക്ക് സ്മെല്ലും ലുക്കുമാണ് അല്ലേ. അപ്പോൾ നമ്മൾക്ക് സ്മെല്ല് ആഡ് ചെയ്യാം അല്ലേ. ഫ്ലവേഴ്സ് എന്താണ്? ഫ്ലവേഴ്സ് ഡാഷ് സ്വീറ്റ്, നല്ലൊരു മധുരമുള്ള മണമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഫ്ലവേഴ്സ് സ്മെല്ലാ വേണ്ടി സ്മെൽസാ വേണ്ടി? ഇവിടെ എന്തുണ്ട്? ഫ്ലവേഴ്സിൽ എസ് ഉണ്ട് അല്ലേ, കുറേ ഉണ്ട്. അപ്പോൾ അപ്പുറത്ത് എന്ത് വേണ്ട? എസ് വേണ്ട. ഫ്ലവർ ആണെങ്കിൽ സ്മെൽസ് വേണമായിരുന്നു. ഇവിടെ ഫ്ലവേഴ്സ് ആയത് കാരണം എന്ത് മതി? സ്മെൽ അല്ലേ. ഫ്ലവേഴ്സ് സ്മെൽ സ്വീറ്റ് ദ ലുക്ക് വൈബ്രൻറ്റ്. ദേ അല്ലേ വന്ന് അയ്യോ ദേവിയിൽ ദേ വന്ന് ദേ പ്ലൂരലാണ്. അപ്പോൾ എന്ത് മതി? ലുക്ക് മതി. ദ ലുക്ക് വൈബ്രൻറ്റ്. ഓക്കെ. നെക്സ്റ്റ് പിക്ചർ എന്താ? ഒരു ഹണിയുടെ പിക്ചർ. ബിയേഴ്സ് ഡാഷ് ഹണി, ഹണി ഡാഷ് സ്വീറ്റ്. ബിയേഴ്സ് എന്താ കൊടുക്കുക? ബിയേഴ്സ് ഇല്ല, അതിൽ എസ് ഉണ്ടല്ലേ, കുറേ ബിയേഴ്സ് ഉണ്ട്. അപ്പോൾ എന്ത് വേണ്ട? നമ്മുടെ വെർബിൽ എസ് വേണ്ട. ബിയേഴ്സ് ലവ് ഹണി അല്ലേ. ബിയേഴ്സ് ലവ് എന്ന് മതി, ലവ്സ് എന്ന് വേണ്ട. ബിയേഴ്സ് ലവ് ഹണി, ഹണി ഡാഷ് സ്വീറ്റ്. ഹണി ടേസ്റ്റ്, ടേസ്റ്റ് ഒരു ഇസ് വേണം കേട്ടോ. ഹണി ടേസ്റ്റ്, ഹണി അല്ലേ. ഹണി നമ്മൾ സിംഗുലറായിട്ട് അവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഹണി ടേസ്റ്റ്, TASTES, എസ് വേണേ. ഹണി ടേസ്റ്റ് സ്വീറ്റ്. ഹണിയുടെ ടേസ്റ്റ് മധുരമുള്ളതാണ്. ഇനി നെക്സ്റ്റ് 6th വൺ നോക്കാം. ഹി ഡാഷ് ആൻ ആർക്കിടെക്ട് ഡാഷ് ബിൽഡിങ്സ്. അപ്പോൾ ഹെൽപ്പ് ബോക്സിൽ ഒരു ഡിസൈനൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതായിരിക്കും. അപ്പോൾ എന്താണ്? ഈസ് ബാർ ഡിസൈൻ അല്ലേ. ഹി ഈസ് ആൻ ആർക്കിടെക്ട്. ഒരാളല്ലേ ഉള്ളൂ. അപ്പോൾ ഹി ഈസ് ആകുന്നു, അവനാകുന്നു എന്നുള്ളതിന് ഹി ഈസ്. ഇനി ദേ ആണെങ്കിലോ? ദേ ആർ ആർക്കിടെക്ട്സ് എന്ന് വേണമായിരുന്നു. ഇവിടെ ആൻ ആർക്കിടെക്റ്റ് നമ്മൾ പഠിച്ചില്ല, ആൻ ആർക്കിടെക്റ്റ്. അപ്പോൾ എന്താണ്? ഹി ഈസ് ആൻ ആർക്കിടെക്റ്റ്. ആൻ ആർക്കിടെക്റ്റ് ഡിസൈൻസ് അല്ലേ, ഒരാളേ ഉള്ളൂ. ആൻ ആർക്കിടെക്റ്റാണ് പറഞ്ഞിട്ടുള്ളത്. ആർക്കിടെക്റ്റ്. ആൻ ആർക്കിടെക്റ്റ് ഡിസൈൻസ് ബിൽഡിങ്സ്. അപ്പോൾ ഹി ഈസ് ആൻ ആർക്കിടെക്റ്റ് ഡിസൈൻസ് ബിൽഡിങ്സ്. നെക്സ്റ്റ് ദ ടീച്ചർ ഡാഷ് മാത്ത്, ഹി ഡാഷ് ടോൾ. ഇവിടെ എന്തേ ഉള്ളൂ? ഇവിടെയും ഒരു ടീച്ചറേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം? വെർബിൽ എസ് വേണം. അപ്പോൾ ദ ടീച്ചർ ടീച്ചസ്, TEACHES, ടീച്ചസ്. ദ ടീച്ചർ ടീച്ചസ് മാത്ത്. ഹി ഡാഷ് ടോൾ. ലുക്കാണോ ലുക്സ് ആണോ വേണ്ടി? ഇവിടെ ഹി ഒരാളല്ലേ ഉള്ളൂ. അപ്പോൾ എന്ത് വേണം? ഹി ലുക്സ് ടോൾ അല്ലേ. ഹി ലുക്സ്. അപ്പോൾ ദേ ആയിരുന്നെങ്കിലോ? ദേ ലുക്ക് ടോൾ എന്നേ വരുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ ഹി ഒരാളായത് കാരണം എന്ത് വേണം? എസ് വേണം. ഹി ലുക്സ് ടോൾ. ദെൻ 8th വൺ. ദ കിഡ്സ് ഡാഷ് ഇൻ ഫ്രണ്ട് ഓഫ് ദ TV വെൻ ഫ്രീ ദ ഡാഷ് കാർട്ടൂൺസ്. ദ കിഡ്സ് ആർ അല്ലേ, കുറേ പേരില്ലേ, കിഡല്ല കിഡ്സ് ആണ് അല്ലേ, കുറേ കുട്ടികളുണ്ട്. അപ്പോൾ ദ കിഡ്സ് ആർ ഇൻ ഫ്രണ്ട് ഓഫ് ദ TV വെൻ ഫ്രീ ദ വാച്ച് കാർട്ടൂൺസ്. ദേ അല്ലേ, അവരാണ്. അപ്പോൾ എന്ത് വേണ്ട? എസ് വേണ്ട. ദേ വാച്ച് എന്ന് മതി. WATCH അല്ലേ. ദേ വാച്ച് കാർട്ടൂൺസ്. ഇവിടെ വാച്ച് എന്നപ്പോൾ നമ്മൾ വിചാരിക്കും അല്ലേ, നമ്മൾ കയ്യിൽ കെട്ടുന്ന വാച്ചും അതേ നമ്മൾ വാച്ച് എന്നല്ലേ പറയും. പക്ഷെ അവിടെ നമ്മളത് വാച്ച് ഒരു നൗണായിട്ട്, ഒരു നാമമായിട്ട് ഉപയോഗിക്കുന്നു. ഇവിടെ നമ്മൾ ഇതിനൊരു വെർബായിട്ട് ഉപയോഗിക്കുന്നു അല്ലേ. ഒരുപോലെ വരുന്നത് ചില സമയങ്ങളിൽ നമ്മൾ വെർബായിട്ട് ഉപയോഗിക്കാറുണ്ട്, ചില സമയങ്ങളിൽ നമ്മൾ നൗണായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതിൽ
അവർ അത് വാച്ച് ചെയ്യുന്നു അല്ലേ, നമ്മളങ്ങനെ പറഞ്ഞത് നമ്മൾ പറയാറില്ല എന്താണ് ടീച്ചർ നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ വാച്ച് എന്ത് അർത്ഥത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഒരു വെർബായിട്ട് ടീച്ചർ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നു, ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മളൊരു ക്രിയയായിട്ടാണ് ആ കേസിൽ പറയുന്നത്. അപ്പോൾ ദ കിഡ്സ് ആർ ഇൻ ഫ്രണ്ട് ഓഫ് ദ ടി വി വെൻ ഫ്രീ ദേ വാച്ച് കാർട്ടൂൺസ്. നെക്സ്റ്റ് 9th വൺ നോക്കാം. ദ എർത്ത് ഡാഷ് അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ്, ഇറ്റ്സ് ഡാഷ് റൗണ്ട് ദ സൺ. അപ്പോൾ നമുക്ക് ഹെൽപ്പ് ബോക്സിൽ ഒരു ഓപ്ഷൻ ഉണ്ടല്ലേ, എന്താണ് റൊട്ടേറ്റ്, കണ്ടില്ലേ, റൊട്ടേറ്റ് റിവോൾവ് എന്നുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ റൊട്ടേറ്റ് ആൻഡ് റിവോൾവ് തന്നെയാണ് അത് ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ട് വരും. അപ്പോൾ എങ്ങനെ പറയാം, ദ എർത്ത് റൊട്ടേറ്റ്സ് അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ് അല്ലേ, എർത്ത് ഒരെണ്ണേ ഉള്ളൂ, ദ എർത്ത് എന്നാണ് പറഞ്ഞത്, ദ എർത്ത് അല്ലേ. അപ്പോൾ ഒന്നിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം, എസ് ആഡ് ചെയ്യണം. ദ എർത്ത് റൊട്ടേറ്റ്സ് അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ്, പിന്നെ ഇറ്റ് റിവോൾവ്സ് അല്ലേ, റിവോൾവ് എന്നുള്ളത് നമ്മൾ എന്താക്കിയിട്ട് മാറ്റണം, റിവോൾവ്സ്, ഇറ്റ് റിവോൾവ്സ് റൗണ്ട് ദ സൺ. ദ എർത്ത് റൊട്ടേറ്റ് അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ്, ഇറ്റ് റിവോൾവ്സ് റൗണ്ട് ദ സൺ അല്ലേ. രണ്ടിൽ എന്ത് കൊടുക്കണം, നമ്മൾ രണ്ടിടത്തും ഓരോ എസ് വീതം ആഡ് ചെയ്യണം. നെക്സ്റ്റ് നോക്കിയേ, ദ സ്കൂൾ ഡാഷ് ആഫ്റ്റർ സമ്മർ ഹോളിഡേയ്സ് ഓൺ ദ 1st ഓഫ് ജൂൺ അല്ലേ, എന്താണ് വേനലവധി കഴിഞ്ഞിട്ട് സ്കൂള് ജൂണിൽ ഓപ്പൺ ചെയ്യും, റീഓപ്പൺ. അപ്പോൾ എന്ത് ചെയ്യണം, ഇവിടുത്തെ സ്കൂളല്ലേ, ഒരു സ്കൂളുള്ള, അപ്പോൾ അതിന് നമ്മൾ എസ് ആഡ് ചെയ്യണം. വെർബാണ് എന്ത്, റീഓപ്പൺ, വീണ്ടും തുറക്കുക അല്ലേ. വെക്കേഷൻ കഴിഞ്ഞിട്ട് സ്കൂൾ വീണ്ടും തുറക്കും എന്നൊക്കെ പറയാറില്ലേ, അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ദ സ്കൂൾ അങ്ങനെ പറയാം, ദ സ്കൂൾ റീഓപ്പൺസ് നമ്മൾ ഹെൽപ്പ് ബോക്സിൽ ലാസ്റ്റ് ഓപ്ഷൻ അതിലോട്ട് ഒരു എസ് ആഡ് ചെയ്യുക. ദ സ്കൂൾ റീഓപ്പൺസ് ആഫ്റ്റർ സമ്മർ ഹോളിഡേയ്സ് ഓൺ ദ 1st ഓഫ് ജൂൺ. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നോട്ട്ബുക്കിലോട്ട് കോപ്പി ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയാം. ഈസ് നമ്മൾ എപ്പോഴാണ് പറയുക, ഷീ ഈസ് എ ബോയ്, ഷീ ഈസ് എ ഗേൾ, അവളൊരു പെൺകുട്ടിയാകുന്നു. അപ്പോൾ ഈസ് എന്നുള്ളത് നമ്മൾ ഒരെണ്ണാകുമ്പോഴേ, അപ്പോൾ അതിൻ്റെ പ്ലൂരലാകുമ്പോഴാണ് അവരെല്ലാം ഗേൾസ് ആണെന്ന് എങ്ങനെ പറയാം, അവരെല്ലാം പെൺകുട്ടികളാണെന്ന് എങ്ങനെ പറയാം, ദേ ആർ ഗേൾസ്. അപ്പോൾ ഈസ് എന്നുള്ളത് ആകുന്നു ആണ്, ആർ എന്നുള്ളത് നമ്മൾ ആകുന്നു അല്ലേ, വർത്തമാനകാലത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. പക്ഷേ ഈസ് എന്നുള്ളത് എന്താണ്, ഒരെണ്ണാകുമ്പോൾ അല്ലേ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുന്നത്, ദിസ് ഓറഞ്ച് ഈസ് എ ഫ്രൂട്ട്, ഈ ഓറഞ്ച് ഒരു ഫ്രൂട്ടാകുന്നു, ഈ ഓറഞ്ചുകളെല്ലാം ഫ്രൂട്ട്സുകളാകുന്നു എങ്ങനെ പറയാം, ദീസ് ഓറഞ്ചസ് ആർ ഫ്രൂട്ട്സ്. അപ്പോൾ ഈസ് എന്തായിട്ട് മാറി കണ്ടില്ലേ, ആറായിട്ട് മാറി, ശരിയല്ലേ. പിന്നെ നമ്മളെന്താ വേറെ നമ്മൾ നോട്ട് ചെയ്യേണ്ട സംഭവം, വെർബുകളാകുമ്പോൾ അല്ലേ, നമ്മളെന്താണ് ഇപ്പോൾ വെർബുകൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരു എസ് ആഡ് ചെയ്യും. അത് ചെയ്യുന്ന ആൾ ഒരാളാണെങ്കിൽ നമ്മൾ ഹി ഷീ അല്ലെ, ഒറ്റ ആളാണെങ്കിൽ നമ്മൾ എന്ത് ആഡ് ചെയ്യണം, വെർബിൻ്റെ കൂടെ ഒരു എസ് ആഡ് ചെയ്യണം. അതേസമയം നമ്മുടെ അയ്യോ ദേ വി ഇല്ലേ, പ്ലൂരൽ അല്ലേ, ഐ യു ദേ വി, ഇത് വന്ന് കഴിഞ്ഞിട്ടുള്ള വെർബിന് എന്താണ്, ക്രിയകൾക്ക് റൈസ്, ഈറ്റ്, സ്മെല്ല്, വാക്ക്, ഇതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യേണ്ട, എസ് ആഡ് ചെയ്യേണ്ട. അപ്പോൾ ഈ കാര്യം എന്ത് ചെയ്യുക, ഇനി ശ്രദ്ധിക്കുക കേട്ടോ. ഐ വന്നാൽ എന്താ, ഞാൻ പറഞ്ഞു ഐ ലവ് മൈ കൺട്രി, ഐ ലവ് അല്ലേ, എന്തല്ല ഐ വെച്ചിട്ട് ഐ ഈറ്റ് പൊറോട്ടോ ആൻഡ് ബീഫ് അല്ലേ, നമ്മൾ ഐ വെച്ചിട്ട് എന്ത് ചെയ്യരുത്, അടുത്ത് വരുന്ന വെർബിനെ എസ് ആഡ് ചെയ്യരുത്. ഐ ലവ് യു അല്ലേ, ഐ ലവ് മൈ കൺട്രി, ഐ ലവ്സ് യു എന്നല്ലല്ലോ പറയാറ്, ഐ ലവ് യു എന്നല്ല. അപ്പോൾ ഐ യു എന്താണ്, പ്ലൂറലായിട്ടാണ് ഇംഗ്ലീഷിൽ കൺസിഡർ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് പേജ് നമ്പർ 76 ഒരു ചെറിയൊരു ആക്ടിവിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളത് ചെയ്യുക. വാട്ട് ഡു ലൈക്ക് ദ മോസ്റ്റ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അപ്പോൾ നിങ്ങളറിയാം ഐ ലൈക്ക് ബൈക്ക് റൈഡിങ്, അല്ലെങ്കിൽ ഐ ലൈക്ക് പെയിൻറ്റിങ്, ഐ ലൈക്ക് ബ്ലോഗിങ്, അങ്ങനെ കുറച്ചൊരു 6 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് സ്പോർട്സ്, നിങ്ങളുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്, അപ്പോൾ അത് നിങ്ങൾ ചെയ്യാം. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് പേജിലോട്ട് നീങ്ങാം. പേജ് നമ്പർ 77.
പേജ് നമ്പർ 77 എന്താണ് നോക്കിയേ. റാണി റൈറ്റ്സ് ടു ഹർ ഫാദർ അബൌട്ട് ഹർ റുട്ടീൻ ഇൻ ദ ഹോസ്റ്റൽ. ഹെൽപ്പ് ഹർ റൈറ്റ് വിറ്റ്. നൗ റൈറ്റ് യുവർ റുട്ടീൻ വിത്ത് ദ വേർഡ്സ് ഗിവൺ ഇൻ ദ ഹെൽപ്പ് ബോക്സ്. അപ്പോൾ ഇതിൽ റാണി അവളുടെ ഹോസ്റ്റലിൽ നിന്നിട്ട് അവൾ അച്ഛനൊരു കത്ത് എഴുതുകയാണ്. അപ്പോൾ അതിനകത്ത് നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, റെഗുലർലി, യൂഷ്വലി നമ്മളങ്ങനെ പറയാറില്ല. അപ്പോൾ അവൾ ഹോസ്റ്റലിലാണ്. ഓൾമോസ്റ്റ് എല്ലാ ദിവസവും സെയിം റുട്ടീൻസ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ട് അവൾ അച്ഛനൊരു കത്ത് എഴുതിയ ചെറിയൊരു ഭാഗമാണ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് എന്ത് ചെയ്യണം, കുറച്ച് ഹെൽപ്പ് ബോക്സ് തന്നിട്ടുണ്ട്. ബോക്സിനകത്ത് നിന്ന് ഹെൽപ്പിംഗ് ആയിട്ടുള്ള വേർഡ്സ് എടുത്തിട്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യും, ഇപ്പോൾ നമ്മളൊരു കാര്യം സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് എങ്ങനെയൊക്കെ പറയാൻ പറ്റും, റെഗുലർലി, യൂഷ്വലി, എവറി ഡേ. അപ്പോൾ അവൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കിയാൽ ഡയറി എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. എവറി ഡേ ഐ വോക്ക് അപ്പ് അറ്റ് 6 അല്ലേ, എല്ലാ ദിവസവും ഞാൻ എന്ത് ചെയ്യുന്നു, രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്നു. പിന്നെ നമ്മൾ പറയില്ലേ, അത് കഴിഞ്ഞിട്ട്, അതിന് ശേഷം, പിന്നീട്, അങ്ങനെയുള്ള യൂസേജുകളൊക്കെ എന്താ, ആഫ്റ്റർ ദാറ്റ്, അതിന് ശേഷം. അപ്പോൾ ഇങ്ങനെ പറയാം, ആഫ്റ്റർ ദാറ്റ് ഐ ബ്രഷ് മൈ ടീത്ത്. എന്താ ഉപയോഗിക്കുന്നത്, ആഫ്റ്റർ ദാറ്റ്, അത് കഴിഞ്ഞതിന് ശേഷം അല്ലേ, ആഫ്റ്റർ ദാറ്റ് ഐ ബ്രഷ് മൈ ടീത്ത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഞാൻ എൻ്റെ ടീത്ത് ബ്രഷ് ചെയ്യുന്നു. ദെൻ ടേക്ക് ബാത്ത്, അതിന് ശേഷം. ആഫ്റ്റർ പോലെ വേറെ ഒരു വേർഡാണ് ദെൻ ടേക്ക് എ ബാത്ത്, അതിന് ശേഷം എന്ത് ചെയ്യുന്നു, കുളിക്കുന്നു. ദെൻ ഐ മേക്ക് ടീ അല്ലേ, അതിന് ശേഷം എന്ത് ചെയ്യുന്നു ഞാൻ, ദെൻ നാട്ടോ THEN, ദെൻ ഐ മേക്ക് ടീ, പിന്നെ അതിന് ശേഷം ഞാൻ ചായ ഉണ്ടാക്കുന്നു. ലേറ്റർ ഐ ഗോ ടു മൈ കോളേജ്, അതിന് ശേഷം ഞാൻ ലേറ്റർ അല്ലേ, ലേറ്റർ അതും ഇതുപോലെ ഉപയോഗിക്കുന്ന ഒരു യൂസേജാണ്. ലേറ്റർ ഐ ഗോ ടു മൈ കോളേജ്, അതിന് ശേഷം ഞാൻ എങ്ങോട്ട് പോകുന്നു, കോളേജിലോട്ട് പോകുന്നു. യൂഷ്വലി വി ഹാവ് അവർ ലഞ്ച് ബ്രേക്ക് അറ്റ് 1 o'clock അല്ലേ, നമ്മൾ യൂഷ്വലി എല്ലാ ദിവസവും അല്ലെങ്കിൽ റെഗുലർലി പതിവായിട്ട്, ഇപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾക്ക് ലഞ്ച് ബ്രേക്ക് ഉള്ളത് 1 മണിക്കാണ്, അല്ലെങ്കിൽ എല്ലാ ദിവസവും ഞങ്ങൾക്ക് സെക്കൻഡ് പീരീഡ് ഇംഗ്ലീഷാണ്, എല്ലാ ദിവസവും ഞങ്ങൾക്ക് ഈ ടൈമിൽ ലഞ്ച് ബ്രേക്ക് അല്ലെങ്കിൽ ഇൻ്റർവെല്ലാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാൻ ഉപയോഗിക്കുന്നതാണെന്ത്, യൂഷ്വലി. അപ്പോൾ ഇങ്ങനെ പറയാം, എല്ലാ ദിവസവും ഞങ്ങൾക്ക് 1 മണിക്കാണ് ലഞ്ച് ബ്രേക്ക് എന്നുള്ള എങ്ങനെ യൂസ് ചെയ്യാം, യൂഷ്വലി വി ഹാവ് അവർ ലഞ്ച് ബ്രേക്ക് അറ്റ് 1 o'clock ഇൻ ദ noon, റൈറ്റ്. ഇനി റെഗുലർലി വി ഹാവ് അവർ ഫൺ ടൈം അറ്റ് ഈവനിങ് അല്ലേ, എല്ലാ ദിവസവും ഞങ്ങൾക്ക് എന്താണ് 4 മണിന് ശേഷം കളിക്കാനുള്ള സമയമാണ്. അപ്പോൾ എങ്ങനെ പറയാം, റെഗുലർലി വി ഹാവ് അവർ ഫൺ ടൈം അറ്റ് ഈവനിങ് അല്ലേ, എല്ലാ ദിവസവും ഞങ്ങൾക്ക് ഫൺ ടൈം എപ്പോഴാണ്, ഈവനിങ്ങിലാണ് ഞങ്ങൾക്ക് ഫൺ ടൈം ഉള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ യൂസ് ചെയ്തു, എവറി ഡേ യൂസ് ചെയ്തു, ആഫ്റ്റർ യൂസ് ചെയ്തു, ദെൻ യൂസ് ചെയ്തു, ലേറ്റർ, യൂഷ്വലി, റെഗുലർലി അല്ലേ, റെഗുലർലി വി ഹാവ് അവർ ഫൺ ടൈം അറ്റ് ഈവനിങ്. പിന്നെ എന്താ, ആഫ്റ്റർ ഗെറ്റിംഗ് ഫ്രഷ് ഐ ഈറ്റ് മൈ സപ്പർ. ആഫ്റ്റർ അല്ലേ, വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, അതിന് ശേഷം എന്നുള്ളതിന് ആഫ്റ്റർ യൂസ് ചെയ്യുക, ലേറ്റർ യൂസ് ചെയ്യുക, ദെൻ യൂസ് ചെയ്യുക. ആഫ്റ്റർ ഗെറ്റിംഗ് ഫ്രഷ് ഐ ഈറ്റ് മൈ സപ്പർ. സപ്പർ എന്താ, സപ്പർ നമ്മൾ രാത്രി കഴിക്കുന്ന ഫുഡാണ് എന്ത്, സപ്പർ. നേരത്തെ പറഞ്ഞു ലഞ്ച് നൂണിന് കഴിക്കുന്നു, രാവിലെ കഴിക്കുന്നു, പ്രധാല് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, രാവിലത്തെ ഫുഡിന് പറയുന്ന പേര് ബ്രേക്ക്ഫാസ്റ്റ്. ഉച്ചയ്ക്ക് നമ്മൾ ലഞ്ച് അല്ലേ, ലഞ്ച് ബോക്സ് ലഞ്ച്, രാത്രിക്ക് സപ്പർ. അപ്പോൾ ആഫ്റ്റർ ഗെറ്റിംഗ് ഫ്രഷ് ആയതിനു ശേഷം എന്ത് ചെയ്യുന്നു, ഐ ഈറ്റ് മൈ സപ്പർ, ഞാൻ എന്ത് ചെയ്യുന്നു, സപ്പർ കഴിക്കുന്നു. ആൻഡ് ഗെറ്റ് ബാക്ക് ടു മൈ സ്റ്റഡീസ്, എന്നിട്ട് എന്ത് ചെയ്യുന്നു, സ്റ്റഡീസിലോട്ട് നീങ്ങുന്നു. അപ്പോൾ നമ്മൾ ഡയറി എഴുതുമ്പോൾ, അല്ലെങ്കിൽ ഇതിപ്പോൾ ഒരു ഡയറി മോഡൽ നമുക്ക് പറയാം, ഇത് ഡയറി കത്താക്കിയിട്ടാണ് ഇവിടെ റാണി എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഡയറി, നിങ്ങൾക്ക് എക്സാമിനൊക്കെ ചോദിക്കുക ഡയറി എഴുതുന്ന മോഡൽ. അപ്പോൾ അതിലൊക്കെ നിങ്ങൾ ഇത്തരം ടേംസുകൾ എന്ത് ചെയ്യുക, മിസ്സാക്കാണ്ട് ഇത് എന്താണ്, ഐ വേക്കപ്പ് അറ്റ് 6 o'clock റെഗുലർലി, ദെൻ യൂഷ്വലി, പിന്നെ ദെൻ യൂസ് ചെയ്യുക, ആഫ്റ്റർ ദാറ്റ് ടേക്ക് യൂസ് ചെയ്യുക, ദെൻ ഡെയിലി ഞാൻ പോകുന്നു അല്ലേ, യൂഷ്വലി ഐ ഗോ ടു സ്കൂൾ അറ്റ് 8 o'clock ഇൻ ദ മോർണിംഗ്, ആൻഡ് യൂഷ്വലി ഐ റിട്ടേൺ ഹോം അറ്റ് 4 o'clock ഇൻ ദ ഈവനിങ്. ഇങ്ങനെയുള്ള ടേംസുകൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളേക്ക് നമ്മൾ പറയുമ്പോൾ ഇത്തരം യൂസേജസ് എന്തായിരിക്കണം, നമ്മുടെ
യൂസേജിൽ വന്നിരിക്കേണ്ട ചില പ്രയോഗങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആക്ടിവിറ്റി 4 അല്ലേ, പേജ് നമ്പർ 77 കൊടുത്തിട്ടുള്ള ആക്ടിവിറ്റിയും കൂടി എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ നമ്മളിങ്ങനെ ഒരു ലെറ്റർ അല്ലെ ഒരു പാരഗ്രാഫ് കേട്ട് എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യരുത്, ഒരിക്കലും ഇത്തരം വേർഡ്സുകളൊന്നും മിസ്സാവരുത്. നമ്മൾ എഴുത്തിൽ റെഗുലർലി, യൂഷ്വലി, ആഫ്റ്റർ ദേറ്റ്, ലൈറ്റർ ഇത്തരം ടേംസുകൾ എന്ത് ചെയ്യാം, നമ്മൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളിപ്പോൾ ഡെയിലി കോൺവെർസേഷൻ നമ്മളിപ്പോൾ ഒരാൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഇത്തരം പ്രയോഗങ്ങളൊക്കെ മലയാളത്തിൽ ഉപയോഗിക്കാറില്ല അല്ല, അത് കഴിഞ്ഞിട്ട്, പിന്നീട്, ശേഷം. അപ്പോൾ ഇത്തരം വേർഡ്സുകൾ എന്ത് ചെയ്യാം, നമ്മൾ എഴുതുന്ന സമയത്തും യൂസ് ചെയ്തിരിക്കണം. എന്നാലേ എന്ത് ചെയ്യുള്ളൂ, കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾ നോട്ട്ബുക്കിലോട്ട് എഴുതുക, എന്നിട്ട് സബ്മിറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.